വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്കുള്ള യാത്രയ്ക്ക് ഇറങ്ങുന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. പറവൂർ ദേശത്തെ വി.ഡി. സതീശന്റെ വസതിക്ക് മുന്നിലാണ് ഞാനുള്ളത്. അദ്ദേഹം ഇതാ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഇന്നലെ വരെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു വി.ഡി. സതീശനെങ്കിൽ ഇന്ന് ഉച്ച കഴിയുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി മാറും എന്ന പ്രതീക്ഷയിൽ പാർട്ടി പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം ഇന്നലെ പ്രഖ്യാപനം ഉണ്ടാകും എന്ന ഏതാണ്ട് ഉറപ്പിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം ഈ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു മറുപടിയും നൽകുന്നില്ല. ഏതായാലും ചിരിച്ച് വളരെ സന്തോഷത്തിലാണ് വി.ഡി. സതീശൻ ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം നടക്കുന്നത്. അത് കഴിയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ് എന്നത് 10 നാൾ കഴിഞ്ഞ് ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്നു. എല്ലാ സൂചനകളും വിരൽ ചൂണ്ടുന്നത് വി.ഡി. സതീശനിലേക്കാണ്. ഇതിനോടകം തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അഭിവാദ്യങ്ങൾ എന്ന് രേഖപ്പെടുത്തി എന്ന് അടയാളപ്പെടുത്തുന്ന ഫ്ലക്സ് ബോർഡുകൾ ഇറങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ എല്ലായിടങ്ങളിലും ഇന്ന് ഉച്ച കഴിയുമ്പോൾ ആ ഫ്ലക്സ് ബോർഡുകൾ ഉയരാൻ പോകുന്നു എന്ന പ്രതീക്ഷയാണ് വി.ഡി. സതീശൻ പക്ഷത്തിനുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ വലിയ ജനാവലിയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ വി.ഡി. സതീശന് പിന്തുണ അറിയിച്ചും പ്രഖ്യാപനം ഉണ്ടായാൽ ഉടൻ തന്നെ മധുരം വിതരണം ചെയ്ത് ആഘോഷിക്കാനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു. ഇന്ന് അത്രയും പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടില്ല. കാരണം ഇന്നാണ് ഇനിയിപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ പോകുന്നത്. വി.ഡി. സതീശൻ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഉച്ചയ്ക്ക് 1 മണിക്കാണ് നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. 2ാം തവണയാണ് ഇന്ദിരാഭവനിൽ നിയമസഭാ കക്ഷി യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക. ദേശത്തെ വീട്ടിൽ ഇപ്പോഴും പ്രാദേശിക നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം തന്നെ വി.ഡി. സതീശനെ സ്നേഹാഭിവാദ്യങ്ങളോടുകൂടി തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനത്തേക്ക് യാത്രയാക്കിയിരിക്കുകയാണ്. തിരികെ എത്തുന്നത് കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയാകും എന്ന വലിയ പ്രതീക്ഷയിൽ ശുഭപ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ തലസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ആവർത്തിച്ച് ചോദിക്കുമ്പോഴും വി.ഡി. സതീശൻ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിശബ്ദനായി നിന്നുകൊണ്ടാണ് ഈ സംഭവങ്ങളോടൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ